പുതുതായി സ്ഥാനമേറ്റെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് വിചാരിച്ചത്, അദ്ദേഹം വിചാരിച്ചാൽ ലോകം എല്ലാം അതുപോലെ ആകും എന്നാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഈ കുണ്ടി കുലുക്കി അല്ലെ പൃഷ്ഠം കുലുക്കി പക്ഷി എന്നൊരു പക്ഷിയുണ്ട്. അത് വെള്ളമുള്ളിടത്ത് അതിങ്ങനെ അതിന്റെ പൃഷ്ഠം കുലുക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അത് മീനെ പിടിക്കാനോ മറ്റ് പ്രാണികളെ പിടിക്കാനോ. അതിന്റെ വിചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതു നാട്ടുമ്പുറത്തെ സംസാരം, അതിന്റെ വിചാരം അതിങ്ങനെ പൃഷ്ഠം കുലുക്കുന്നതുകൊണ്ടാണ് ഭൂമി മുഴുവൻ ഇങ്ങനെ കറങ്ങുന്നത് എന്നാണ്, അതല്ലെ ഭൂമി കുലുങ്ങുന്നത് എന്നാണ്, ഇവിടെ സർവ്വചരാചരങ്ങളും കുലുങ്ങുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഈ കുണ്ടൂലിക്കി പക്ഷി അല്ലെ പൃഷ്ഠം കുലുക്കി പക്ഷിയുടെ വിചാരം എന്ന് പറഞ്ഞ പോലെയാണ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് പുതുതായിട്ട് രണ്ടാമൂഴത്തി വന്ന ഡൊണാൾഡ് ട്രംപിന്റെ വിചാരം. അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, ലോകത്തെ ഏറ്റവും അധികാരമുള്ള രാജ്യ തലവൻ എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആണല്ലോ. അപ്പൊ പുള്ളിയുടെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് എന്നാണ് പറയുക. ലോകാരോഗ്യ സംഘടനയ്ക്ക് WHO-ക്ക് UN-ന്റെ കീഴിലുള്ള WHO-ക്കുള്ള സഹായങ്ങൾ നിർത്തലാക്കി പുള്ളി എക്സിക്യൂട്ടീവ് ഓർഡറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പുവെച്ചു ട്രംപ്. അതോടുകൂടി ലോകാരോഗ്യ സംഘടന അങ്ങ് ഇല്ലാണ്ടാവും എന്നാണ് അദ്ദേഹം ധരിച്ചത്. അവിടെയാണ് ചൈനയെ കണ്ടു പഠിക്കൂ എന്ന് പറയുന്നത്. ചൈന തിരിച്ചതിനുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞു. ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള ഫണ്ടിങ് അമേരിക്ക വരുത്തുന്ന നഷ്ടം പരിഹരിക്കാൻ ചൈന തയ്യാറാകുമെന്ന് ചൈന വ്യക്തമാക്കി കഴിഞ്ഞു ഔദ്യോഗികമായിട്ട്. അപ്പൊ ട്രംപിന് എന്ത് പറ്റി? ട്രംപ് ലോകത്തെ വെല്ലുവിളിച്ചാൽ അതിനെ വെല്ലുവിളിക്കാൻ മറ്റ് ശക്തികൾ ഈ രാജ്യത്തുണ്ട് എന്ന് ട്രംപ് മറന്നുപോയി. ചൈന രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ആ നഷ്ടം ഞങ്ങൾ പരിഹരിക്കും. ഇപ്പോൾ തന്നെ അമേരിക്ക കഴിഞ്ഞാല് എട്ടാം സ്ഥാനത്ത് ഔദ്യോഗികമായിട്ടുള്ള സംഭാവനയിൽ ചൈന അമേരിക്ക കഴിഞ്ഞാൽ 8ാം സ്ഥാനത്താണ് ലോക രാജ്യങ്ങളിൽ. പക്ഷേ അൺഒഫീഷ്യലായിട്ടും മറ്റ് പ്രവർത്തനങ്ങളിലൂടെ ഏതാണ്ട് അമേരിക്ക സംഭാവന ചെയ്യുന്ന അത്രയും തുക, ചാരിറ്റി ഉൾപ്പെടെ മറ്റു കാര്യങ്ങൾ എടുത്താൽ അത്രയും തുക ചൈന ലോകാരോഗ്യ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ബോണസോടായിട്ട് ചൈനയ്ക്ക് പ്രഖ്യാപിക്കാവുന്ന ഒരു തുക മാത്രമേ ഉള്ളൂ, അമേരിക്ക കൊടുക്കാതിരിക്കാൻ തുക എന്ന് മനസ്സിലാക്കാനുള്ള നേർബുദ്ധി ട്രംപിനും അമേരിക്കയ്ക്കും ഇല്ലാണ്ട് പോയി. ഇപ്പൊ 2024 കണക്ക് പറയുമ്പോൾ അമേരിക്ക ലോകാരോഗ്യ സംഘടന WHO-ക്ക് ജനീവ ആസ്ഥാനമേള WHO-ക്ക് കൊടുത്തത് $26 കോടി. ചൈന കൊടുത്തത് $17.5 കോടി. അപ്പോ വലിയ വ്യത്യാസമില്ല. ഇത് ഔദ്യോഗികം. ഇത് കൂടാതെ ചൈന മറ്റ് വികസനങ്ങൾക്ക് ആഫ്രിക്ക ദരിദ്ര രാജ്യങ്ങൾ, അവിടെയാണല്ലോ ഏറ്റവും സഹായം വേണ്ട, ആഫ്രിക്കയിലൊക്കെ ദരിദ്ര രാജ്യങ്ങളിലെ പ്രോജക്റ്റുകൾ വഴി ഈ അമേരിക്ക സംഭാവന ചെയ്യുന്നതിന്റെ തുല്യമോ അതിൽ അപ്പുറമോ തുക ചൈന കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി. അപ്പൊ ചൈനയ്ക്ക് ഇതിനകത്ത് ഇതൊരു വലിയ തലവേദനയൊന്നുമല്ല. അപ്പോ അമേരിക്ക വിചാരിച്ചാൽ ലോകാരോഗ്യ സംഘടനയെ WHO-യെ ഞെക്കി കൊല്ലാൻ സാധിക്കില്ല എന്ന് ലോകത്ത് അപ്പം തന്നെ മറുപടി വന്നു. ഇവിടെ ഏറ്റവും പ്രധാനം നമ്മളൊരു ചോദ്യം സ്വയം ചോദിക്കണം, ഇന്ത്യ എന്ത് പ്രതികരിച്ചു? അല്ലെങ്കിൽ UN-നെ US-ന്റെ സഹായം മുടക്കിയപ്പോൾ, പുതിയ പ്രസിഡന്റ് പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ കമാന്നൊരു അക്ഷരം മിണ്ടാൻ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല? ലോകാരോഗ്യ സംഘടനയും UN ഇവിടെ നാട്ടിൽ വേണം, ഈ രാജ്യത്ത് ലോകത്ത് വേണം. ഇന്ത്യ അമേരിക്കൻ നിലപാടിനോട് യോജിക്കുന്നില്ല, പുതിയ ഭരണകൂടത്തിന്റെ നിലപാടിനോട് യോജിക്കുന്നില്ല എന്നെങ്കിലും ഒരു വാക്ക് പോലും പറയാൻ എന്താ ഇന്ത്യൻ ഭരണകൂടത്തിന് കഴിയാതെ പോയത്? അവിടെയാണ് ചൈന വീണ്ടും സ്കോർ ചെയ്തത് ലോകത്ത്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ്, വീണ്ടും പറയുകയാണ്. അമേരിക്ക ഒരു സ്വപ്ന ലോകത്താണ്. അമേരിക്ക ഒരു ലോക ശക്തി എന്ന നിലയിൽ നിന്ന് താഴേക്ക് കൊണ്ടിരിക്കുകയാണ്. അതാരാ പറയുന്നത്? ഞങ്ങളാരുമല്ല, ഇലോൺ മസ്ക് തന്നെ, ലോകത്തെ ഏറ്റവും വലിയ ശതകോടീശ്വരനായ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറ്റ ചങ്ങാതിയായ ടെസ്ല ഗ്രൂപ്പിന്റെ, സ്പേസ് എക്സിന്റെ, അതുപോലെ എക്സിന്റെ, പഴയ ട്വിറ്ററിന്റെ ഒക്കെ ഉടമയായ ലോകത്തെ ഏറ്റവും വലിയ ശതകോടീശ്വരനായ ഇലോൺ മസ്ക് പറയുകയാണ് അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ട്, ലോകത്തെ 1ാം നമ്പർ ശക്തി എന്ന നിലയിൽ തിരിച്ചു വരണം എന്ന് ഇലോൺ മസ്ക് സ്വന്തം നാട്ടുകാരൻ പറയുമ്പോഴാണ് ചൈന അമേരിക്കയെ പിന്തള്ളി മുന്നോട്ട് പോയി. ഇന്ത്യ ഇപ്പോഴും 50 കൊല്ലം പിന്നിലാണ് എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതുകൊണ്ടാണ്. ലോകത്ത് മുഴുവൻ ജീവകാരുണ്യം അതുപോലുള്ള മാനുഷിക പ്രവർത്തനങ്ങൾക്ക് ലോകാരോഗ്യ സംഘടനയും UN-ന്റെയും സഹായം ആവശ്യമാണ് പട്ടിണി രാജ്യങ്ങൾക്ക്. അപ്പോൾ പട്ടിണി രാജ്യങ്ങളോടും ലോകത്ത്
ക്ലേശം അനുഭവിക്കുന്നവരോടും ദരിദ്രരോടും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട ഇന്ത്യൻ ഭരണകൂടം ഇവിടെ എന്ത് നിലപാടെടുത്തു? നിശബ്ദം, മൗനം. ഈ മൗനം എന്താണ്? ട്രംപിനെ പിന്തുണയ്ക്കുക. മൗനം വാചാലം എന്ന് പറയും. ഈ മൗനം എന്താണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന ഇത്രയും ലോകവിരുദ്ധമായ തീരുമാനങ്ങളെ ഞങ്ങളും സപ്പോർട്ട് ചെയ്യുന്നു എന്നതിന്റെ സമ്മതപത്രമല്ലേ ഈ മൗനം? ഇന്ത്യൻ ഭരണകൂടം സ്വീകരിക്കുന്ന മൗനം, നമ്മുടെ പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന മൗനം എന്നുകൂടി ഇവിടെ കൂട്ടി വായിക്കണം. എന്തായാലും ലോകം മുന്നോട്ട് പോകും. അമേരിക്ക ഒറ്റപ്പെടുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അമേരിക്ക ഒറ്റപ്പെടുകയാണ്. ചൈന മേൽക്കോയ്മ നേടി ലോകത്ത്. എന്തുകൊണ്ട് എന്ന് ചിന്തിക്കണം. ഇന്ത്യ എവിടെ? ഇന്ത്യക്ക് ശക്തിയുണ്ട്, ലോകത്തോട് പ്രതികരിക്കാൻ ശക്തിയുണ്ട്, ചൈനയോട് മത്സരിക്കാൻ ശക്തിയുണ്ട്. പക്ഷേ നമ്മൾ ഒരു ട്രംപിനെ ഭയന്ന്, ഒരു ഇലോൺ മസ്കിനെ ഭയന്ന് ഒരു രാജ്യത്തെ ഭരണകൂടം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രതികരിക്കേണ്ട സമയത്ത് ലോകവേദികളിൽ പ്രതികരിച്ചിട്ടുള്ള ഒരു ഭരണകൂടം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട്, ഇന്ദിരാഗാന്ധി മുതൽ ഇങ്ങോട്ട് ആ ഒരു കാലം. ഇപ്പോ നമ്മൾ എവിടെ പ്രതികരിക്കുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യം.